ഇതാണ് ഓപ്പോ റെനോ 14. ഈ ഒരു ഫോൺ ഞാൻ ഏകദേശം 1.5 മാസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ 1.5 മാസമായിട്ട് ഉപയോഗിച്ച എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോൺ എല്ലാവർക്കും പറ്റിയ ഒരു ഫോണല്ല ഇത്. അപ്പോൾ ഇത് ആരൊക്കെ പറ്റുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസത്തിൽ ഏകദേശം 2 മണിക്കൂറോ 2.5 മണിക്കൂറോ ഗെയിം കളിക്കുന്ന വ്യക്തികൾ, അതേപോലെ തന്നെ യൂട്യൂബ് വീഡിയോ, ഇൻസ്റ്റാഗ്രാം വീഡിയോ, അതേപോലെ തന്നെ വീഡിയോ എഡിറ്റിങ്ങും ഫോട്ടോ എഡിറ്റിങ്ങും വീഡിയോ ഷൂട്ടിങ്ങും ഫോട്ടോ ഷൂട്ടിങ്ങൊക്കെ ചെയ്യുന്ന വ്യക്തികൾ, അതേപോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം ഒരു ദിവസം ഒറ്റ ചാർജറിൽ ചെയ്യണം എന്നുള്ള വ്യക്തികളും, അതേപോലെ ഒരു ദിവസം ഫുള്ളായിട്ട് ബാറ്ററി ലൈഫ് നിൽക്കണം, അത്യാവശ്യം നല്ല രീതിക്കുള്ള പെർഫോമൻസൊക്കെ കിട്ടണം, നല്ല ക്യാമറ ക്വാളിറ്റിയൊക്കെ കിട്ടണം എന്ന് ഉദ്ദേശിക്കുന്ന വ്യക്തികൾക്ക് ഈ ഒരു ഫോൺ അടിപൊളിയാണ്. പിന്നെ അതേപോലെ തന്നെ നല്ല പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഫോണാണ്. പക്ഷേ ഫുൾ ടൈം ഗെയിം കളിക്കണം, ബാക്കിയുള്ള ഉപയോഗം എന്ന് റഫായിട്ട് ഉപയോഗിക്കുന്ന കുറേ വ്യക്തികൾക്കുണ്ട്. അവർക്കൊന്നും പറ്റിയൊരു ഫോണല്ല ഇത്. അത്യാവശ്യം ക്ലാസിക്കായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് വ്യക്തികൾക്ക് പറ്റുന്നൊരു ഫോണാണ്. പിന്നെ വേറെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസാണ് 38,000 രൂപ. ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ വേറെയും നല്ല നല്ല ഫോണുകൾ വേറെയുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ക്വാളിറ്റിയും ഇതിൻ്റെ ഒരു ഫീലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്പോ റെനോ തന്നെ വാങ്ങേണ്ടി വരും. ഇതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം.